അധ്യാപകനോട് കൊലവിളി നടത്തിയതിൽ മാനസാന്തരമുണ്ടെന്ന് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി. സംഭവത്തിൽ തൃത്താത്തല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥിയുടെ മാപ്പപേക്ഷ. ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ഇതേ സ്കൂളിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകണമെന്നും വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. അതേസമയം വിദ്യാർത്ഥിക്ക് ബാലാവകാശ കമ്മീഷൻ കൗൺസിലിംഗ് നടത്തുമെന്നും ഫെബ്രുവരി 6-ന് സ്കൂളിൽ സന്ദർശനം നടത്തുമെന്നും അറിയിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. വീഡിയോ ചോർന്നത് അധികൃതരിൽ നിന്നല്ല, വിദ്യാർത്ഥി ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് രക്ഷിതാവിനെ കാണിക്കാനാണ്. തൃത്താത്തല പോലീസിനാണ് ഈ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അധ്യാപകന് നേരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത്. എന്നാൽ പാലക്കാട്ടെ വിദ്യാർത്ഥിയുടെ ദൃശ്യം പ്രചരിപ്പിക്കുന്നവർ കുട്ടിയെ ക്രിമിനലായി ചിത്രീകരിക്കുകയാണെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ പറഞ്ഞു. സമൂഹം കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ തെറ്റായ പ്രവണതകളും കുട്ടികളുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കാറുണ്ട്. ഓരോ ദിവസവും രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കാണുന്നത് കുറ്റകൃത്യങ്ങളല്ലേ? ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കും. ഈ വിദ്യാർത്ഥി എന്തുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറി, കുട്ടിയുടെ പശ്ചാത്തലം എന്താണ് എന്നീ വിഷയങ്ങളൊന്നും ദൃശ്യം പ്രചരിപ്പിക്കാൻ പരിഗണിച്ചില്ല. വിഷയത്തിൽ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരോടും 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.